മനോട്ട് രാവിലെ പോണെന്ന് പറഞ്ഞല്ലേ, ഇത്ര നേരമായിട്ട് എഴുന്നേറ്റില്ലല്ലോ. ഞാൻ പോയി ഒന്ന് വിളിക്കട്ടെ. മനോട്ടാ, മനോട്ടാ, ഇതെന്താ വിളിയാക്കാത്തെ? മനോട്ടാ, ഞാൻ അങ്ങോട്ട് പോയി ഒന്ന് വിളിക്കട്ടെ. എന്തോ ഒരു ജോലി എടുക്കുന്നെന്ന് അറിയാവോ? എന്റെ ദൈവമേ, കിടന്നുറങ്ങുന്നത് കണ്ടോ? മനോട്ടാ, മനോട്ടാ, എന്താടി? രാവിലെ പോണെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് കിടന്ന് ഉറങ്ങാണോ? ദൈവമേ, രാവിലെ ലോഡും കൊണ്ട് പോവാനുള്ളതാണല്ലോ. ഞാൻ മറന്നും പോയി. ഞാൻ പോയിന്ന് റെഡി ആവട്ടെ. ഇറങ്ങു മനോട്ടാ, ഞാൻ കാപ്പി എടുത്ത് വെക്കാം. കാപ്പിയൊന്നും വേണ്ടടി, ഇനി സമയമില്ല. ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ കഴിക്കാം. ഞാൻ ഒന്ന് റെഡി ആവട്ടെ. പെട്ടെന്ന് ഇറങ്ങു മനോട്ടാ. പിന്നെ മനോട്ട പോയിട്ട് വരുമ്പോഴേ കുറച്ച് വിറവ് കൂടെ വാങ്ങിക്കൊണ്ടിരണേ. വീട്ടിലാണെങ്കിൽ ഒരു തുള്ളി വിറവില്ല. പോയിട്ട് വരോ, താമസിക്കൂടി. നീ പിള്ളേരുടെ അടുത്ത് പറ, ആ പറമ്പിൽ പോയി കുറച്ച് വിറവ് എടുത്തോണ്ട് വരാൻ പറ. ലേറ്റ് ആയിട്ട് വരത്തുള്ളടി. ശരി മനോട്ടാ, എനിക്ക് പിള്ളേരെ അങ്ങോട്ട് പറഞ്ഞയക്കാം. അപ്പൂ, അമ്മോ, ദൈവമേ, ഈ പിള്ളേരെ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ലല്ലോ. സീതേ, ഒരു ഗ്ലാസ് ചായ ഇങ്ങെടുത്തേ. അപ്പൂനെ അമ്മുവിനെ എത്ര നേരം കൊണ്ട് ഞങ്ങളടുത്ത് വിളിക്കുന്നു. ഇന്ന് വരട്ടെ, രണ്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ന്. എന്താ മനോട്ടാ ചായ? ഇനി ഇരുന്ന സമയമില്ല, ഞാൻ പോയിട്ട് വരട്ടെ കേട്ടോ. നീ എത്ര ദൂരം വണ്ടി ഓട്ടിക്കാനുള്ളതെന്ന് അറിയാവോ? എടി, നീ താമസിക്കും. ആ, എങ്കിൽ ശരി ഏട്ടാ, വേഗം പോയിട്ട് വാ. ശരിയടി, ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഒന്ന് പോ മനോട്ടാ, പിള്ളേരവിടെ ഉണ്ട് ഏട്ടാ. ആ, അത് ശരി, ഞാൻ എന്റെ ഭാര്യയല്ലേ ഉമ്മ വയ്ക്കുന്നേ. ഓക്കെ, ബൈ. ഈ മനോട്ടന്റെ ഒരു കാര്യം, അയ്യോ ദൈവമേ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. മനോട്ടാ, ഒന്നോട് നിന്നേ. എന്തൊരു മറിയാ, എനിക്ക് ഒന്നും അറിയത്തില്ല. ഒരു മിനിറ്റ് മനോട്ടാ, മനോട്ട അവിടെ നിക്കി. എന്താ മിനി, എന്താ? ഇപ്പൊ ടൗണിൽ പോയിട്ട് വരുമ്പോഴേ നല്ല പച്ചക്കറി ഉണ്ടെങ്കിൽ മേടിച്ചിട്ടുണ്ടേ മനോട്ടാ. ഇതാ എന്നാ കുട്ട എന്നാ. ഇവിടെയൊക്കെ ഭയങ്കര വിലയാ, ഇവിടെ നല്ല പച്ചക്കറിയും കിട്ടത്തില്ല. ഞാൻ ആ പിള്ളേരെ ഒന്ന് വിളിക്കട്ടെ. അപ്പോ, അമ്മോ, ഈ പിള്ളേരെ എവിടെ പോയി കിടക്കോ? അത് വിളി പോലും കേൾക്കുന്നില്ലല്ലോ. പിള്ളേർ അവിടെ കിടന്ന് കളിക്കുന്നുണ്ടാവും, നീ മര്യാദയ്ക്ക് നോക്ക്. ശരി, ഞാൻ പോയിട്ട് വരാമേ. ചിക്കാ ചിക്കാ ചിക്കാ. അപ്പു, ദാ അപ്പു, നീ വരുന്നുണ്ടാ? ഞാൻ തോട്ടിൽ കളിക്കാൻ പോവാ. നല്ല മീനൊക്കെ പിടിക്കാൻ വരുന്നുണ്ടെങ്കി വാ. നിനക്ക് എപ്പോഴും പാലോടിയുള്ള മണിക്കുട്ടി, കിങ്ങിണി കണ്ട പണി മണിക്കുട്ടി. ദിവസമായല്ല ഈ കിങ്ങിണി മണിക്കുട്ടിയെ കുളിപ്പിച്ചിട്ട്. എന്തുവാടി അമ്മു നീ കിടന്ന് വിളിക്കുന്നേ? ശരിയാ, കൊറേ ദിവസമായി മണിക്കുട്ടിയും കിങ്ങിണിയും കുളിപ്പിച്ചിട്ട്. നമുക്ക് പോയി തോട്ടിൽ പോയി കളിക്കാൻ പാ. അപ്പോ ഈ അമ്മ എന്തിനാ കിടന്ന് വിളിക്കുന്നേ? ഒരു കാര്യം ചെയ്യാൻ അമ്മ നോക്കിട്ട് വരാമേ. പിന്നെ തോട്ടിൽ പോണ കാര്യം പറയരുത് കേട്ടാ, ഞാൻ പറയത്തൊന്നുമില്ല. ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് ദാ വരുന്നു, നീ ഇവിടെ നിൽക്കുക കേട്ടാ. തുമ്പത്തിരും മൂന്നാലാടും ചെല്ലപ്പൈങ്കിളി. എന്തിനാ അമ്മയെ വിളിച്ചേ? നേരെ കൊണ്ട് ഞാൻ വിളിക്കണ അപ്പു. വിളിയാക്കത്തെന്താ? അതെ അമ്മേ, നമ്മളവിടെ കളിച്ചോണ്ട് നിൽക്കായിരുന്നു അമ്മേ. ണെങ്കിൽ ഒരു തുള്ളി വിറവില്ല. നിങ്ങൾ രണ്ടും കൂടെ ആ പറമ്പിൽ പോയി കുറച്ച് വിറവ് എടുത്തോണ്ട് വന്നേ. ശരി അമ്മേ, കാളവണ്ടി എടുത്തോണ്ട് പോയിട്ട് വരാം കേട്ടാ. ഞാനും അമ്മും കൂടെ പോയിട്ട് വരാമേ അമ്മേ. നമ്മള് കാളവണ്ടിയിൽ അടിച്ച് പൊളിക്കാ. എടി അമ്മു, നമുക്കേ കാളവണ്ടി എടുത്തേ വിറവ് ശേഖരിക്കാൻ പോയിട്ട് വരാം. വിറക് ശേഖരിക്കാനാ? എടാ, ആ പറമ്പൊരു കാടല്ലേടാ, എനിക്ക് പേടിയാവുന്ന ഏട്ടാ. എടി നീ പേടിക്കൊന്നും വേണ്ട, ഞാനല്ലേ കൂടെ വരുന്നത്. മണിക്കുട്ടി, നമ്മൾ പോയിട്ട് വരാമേ. പോകുന്നത് കൊള്ളാം, വേഗം വന്നേക്കണം. ശരി അമ്മ, നമ്മൾ പോവേനേട്ടാ. എടി നന്നായിട്ട് പിടിച്ചിരുന്നോളേ. ഓക്കേ.
എടി കാടെത്താറായട്ടാ, സൂക്ഷിച്ചിരുന്നോളേ. അല്ല ആന വരോ എന്തോടെ, എനിക്ക് അതാണ് ഒരു പേടി. നീ പേടിക്കുന്നത് വേണ്ട, ഞാൻ ഇല്ലേ കൂടാ. കൊള്ളല്ലേ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നാലാടാ. ആ ശരിയടാ. നീ ഇറങ്ങിക്കോടി. എന്റെ അമ്മേ, ഇനി എപ്പ പൊതിച്ച് പോവാനാണ് എന്തോ. എനിക്ക് പേടിയാവുന്നു. ഏതോ ആനയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഈ അപ്പുനി എപ്പ വരും എന്തോ. എന്റെ കാട്ടിൽ ആരോ വന്നിട്ടുണ്ട്. ആരെങ്കിലും വിറക് മോട്ടിക്കാൻ വന്നതായിരിക്കും. എന്റെ ദൈവമേ, ഇത് എന്തോന്ന് കാടായത്. അമ്മോ, ഞാൻ വരുന്നു. അപ്പോ എന്റെ കാട്ടിൽ ആരോ വന്നിട്ടുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. ആരെയും കണ്ണു മഴ കൊണ്ടുപോകാൻ ഞാൻ താമസിക്കില്ല. എടി അമ്മോ, നീ പേടിക്കണ്ട, ഞാൻ എത്തി. എന്റെ ദൈവമേ, എടി ഒരു ആനയുടെ ശബ്ദം നീ കേട്ടടി. അതേടാ, ഞാനും കേട്ടാ ശബ്ദം. നീ പെട്ടെന്ന് വാ, നമുക്ക് പോവാം ഇവിടുന്ന്. എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ട, മാറങ്ങോട്ട്. ഞാൻ ഫസ്റ്റ് ക്യാരിയിട്ട് നീ വിറകെടുത്ത് വെച്ചാ മതി. ആരാ വന്നത്? അപ്പോ ഒന്ന് വേഗം എടുക്ക. അപ്പോ എനിക്ക് പേടിയാവുന്നു. പോ നാളെ, പെട്ടെന്ന് നടക്ക് നാളെ അങ്ങോട്ട്. അമ്മേ, അമ്മേ, ആന. എന്റെ കാട്ടിൽ കയറി വിറക് പൊട്ടിച്ചോണ്ട് പോകുന്നോ? ആഹാ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. ആനെ, ഞങ്ങളൊന്നും ചെയ്യില്ല ആനെ. ഞങ്ങൾ കുട്ടികളാനെ, ഞങ്ങൾ പൊടി കുട്ടികളാ. ഒന്നും ചെയ്യില്ല ആനെ, പ്ലീസ് ആനെ. ആ, പാവം കുട്ടികളായോണ്ട് നിന്നേക്ക് ഞാൻ വെറുതെ വിടുന്നു. പൊയ്ക്കോ. രക്ഷപ്പെട്ട്. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോണോടി. ഇനി വേറെ ഏതെങ്കിലും മൃഗങ്ങൾ വരോ എന്തോ. എടാ, ഇനി സിംഹം വല്ല വരോടാ. ഒന്ന് മിണ്ടാണ്ടിരടി, പേടിപ്പിക്കാതെ. എന്റെ ദൈവമേ, ഇപ്പഴാ എനിക്ക് സമാധാനായത്. നമ്മളെ വീടെത്തിയല്ലോ. അമ്മേ, അമ്മേ, ഒന്ന് വേഗം വാ അമ്മേ ഇങ്ങോട്ട്. അമ്മേ, ഈ അമ്മ എന്താ വിളിയാക്കാത്തെ? അമ്മേ, എന്റെ ചെവിക്കകത്ത് വിളിക്കല്ലേടി, അമ്മ കേക്കും. അമ്മേ, നമ്മൾ വന്ന അമ്മേ, ഇങ്ങോട്ട് വാ അമ്മേ. അമ്മേ, ആനയെ കണ്ടമ്മേ. ഓ മക്കളെ, അമ്മതാ വന്ന്. എന്താ രണ്ടെണ്ണം പേടിച്ചിരിക്കുന്നേ? എന്തു പറ്റി മക്കളെ? ഈ വിറകൊന്ന് ഇറക്കമ്മേ. എത്ര നേരം കൊണ്ട് എന്റെ അകത്തേറി ഇരിക്കുന്നറിയാവോ? മക്കളെ, നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല, ഒരു ആന കുത്താൻ വന്നതേ ഉള്ളൂ. ദൈവമേ, ആന കുത്താൻ വന്നോ? അതെ അമ്മേ, ആന കുത്താനൊന്നും വന്നില്ല അമ്മേ. സത്യമാണമ്മേ, ഒരു ആന നമ്മൾ അടുത്ത് വന്നമ്മേ. അവനെ കൊണ്ട് ഞാൻ പേടിച്ചോയി അമ്മേ. നോക്കിക്കൊണ്ട് നീ വിറകൊന്ന് ഇറങ്ങിക്കാമേ. ഒന്നും പറ്റാതെ എത്തിയല്ലോ. മക്കള് വാ, അമ്മ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്, തരാം.